നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം മലയാള സിനിമ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. അതായത് ജഗദീഷ്, ഇന്ദ്രൻസ്, അലക്സാണ്ടർ പ്രകാശ്, മൊട്ട രാജേന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫഗത് നന്ദു, ഉല്ലാസ് രാജീവ് എന്നിവർ റൈറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്ത, ബിജിപാൽ മ്യൂസിക് ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ പരിവാർ എന്ന സിനിമയെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പടത്തിലേക്ക് നേരിട്ട് പോകാം. പടം കാണാനായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി അനു അഭിനയ തിയേറ്ററിലാണ് ചെന്നത്. അനുവിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം കയറിയിരുന്ന് പടം കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോയത്. കാരണം ടീസർ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ടീസർ വളരെ ഗംഭീരമായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നന്ദി പറയാണ്. കാരണം കിടിലമായിട്ട് നമ്മളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള എന്തോ ഒരു എലമെന്റ് അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എക്സിക്യൂട്ടീവ് പടത്തിനകത്ത് അധികം കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നിരാശയായിട്ട് വന്നത്. പക്ഷേ പടത്തിന്റെ കുറച്ച് പോസിറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പടം ആദ്യം മുതൽ നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്നത് എന്തോ ആ ഒരു നാടും ആ നാട്ടിലുള്ള ആൾക്കാരെയും ക്യാരക്ടറിനെ ഓരോന്നായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിന് കാവ്, കുളം, അമ്പലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതാണ്. പിന്നെ പച്ചപ്പ്, ഹരിതാപം കുറച്ച് കൂടുതലായിട്ട് വെതർ ചെയ്തിട്ടുണ്ട്. അതായത് വിഷ്വൽ സൈഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ കളറിങ്, എഡിറ്റിങ്, മിക്സിങ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് നല്ല വൃത്തിയായിട്ട് തന്നെ, സിനിമാറ്റോഗ്രാഫി ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അൽസഫ് ജഹാംഗീർ ആണ് പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. രണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ മ്യൂസിക് സൈഡാണ്. മ്യൂസിക് സൈഡ് ബിജിപാലാണ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു പാട്ടോടുകൂടിയാണ് പടം തുടങ്ങുന്നത്. ആ ഒരു സമയം മുതൽ പടത്തിന് നമ്മൾക്ക് എന്നാൽ പടം ബാക്കിയുള്ളത് കാണാം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കി തരാനായിട്ട് ഈ ബിജിപാലിന്റെ മ്യൂസിക്കിനെ സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മ്യൂസിക് അധികം അങ്ങനെ വലിച്ചു പാരിയൊന്നും ഇട്ടിട്ടില്ല. വേണ്ടിയ സ്ഥലത്ത് വേണ്ടിയ രീതിയിൽ മാത്രമുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബിജിപാലിന്റെ മ്യൂസിക്സ് ഒക്കെയാണ്. എവിടേക്കോ ഇടയ്ക്ക് മഹേഷിന്റെ പ്രതികാരത്തിന്റെ 1-2 BGMs ഒക്കെ എവിടേക്കോ കയറി വന്ന ഒരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. 2-3 സ്ഥലങ്ങളിൽ മാത്രം തോന്നിയിരുന്നു. പക്ഷെ അത് അതിനോട് ഒരു കണക്ട് ആകുന്ന രീതിയാണ് ഒരു പ്രകൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നത് ഇതിൻ്റെ അകത്തെ അഭിനയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തെ പോസിറ്റീവ് സൈഡായിട്ട് വരുന്നത്. ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മുടെ ജഗദീഷ് തന്നെയാണ്. ജഗദീഷ് വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇന്ദ്രൻസ് ഒരു രക്ഷയില്ല, ഇവരൊക്കെ അടിപൊളിയാണ്. അതിനപ്പുറം അലക്സാണ്ടർ പ്രശാന്തും ജഗദീഷും കൂടെ ഒന്നിച്ചു വരുന്ന കുറച്ച് കോമ്പിനേഷൻ സീൻസുകളൊക്കെ നല്ല രസമുള്ള സീൻസുകളാണ്. അതിനകത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൗണ്ടറുകൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല സമയങ്ങളിലും ചമ്മുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർക്കത് വലിയൊരു പ്രശ്നങ്ങളില്ലാതെ തന്നെ ഗംഭീരമായിട്ട് പോകാൻ. ഇനി വരാൻ പോകുന്ന കുറച്ച് നെഗറ്റീവ് സൈഡാണ്. സോ ഈ 1 മണിക്കൂർ 52 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറിലേക്ക് മാത്രമായിട്ട് ചുരുക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തോന്നിയിട്ടുള്ളത്. പിന്നെ 2 എന്ന് പറയുന്നത് നമുക്ക് ബോറടിക്കുന്ന ഒരുപാട് സീൻസുകളുണ്ട്. ഒരു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിക്കാൻ നോക്കിയിട്ട് അത് വളരെ പാളിപ്പോയ പോലെ എനിക്ക് തോന്നിപ്പോയി. ലവ് ട്രാക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിജയിച്ചില്ല. പിന്നെ ലവ് ട്രാക്ക് ഇല്ലായിരുന്നെങ്കിൽ പോലും ആ പടത്തിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. സോ ടോട്ടലി ഈ പടത്തിന്റെ ഇഴച്ചിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ എന്നുള്ളത് വീണ്ടും കുറച്ചുകൂടെ ചുരുക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മറ്റൊന്ന് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിലേക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അലക്സാണ്ടർ പ്രശാന്തിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു പ്രാതിനിധ്യമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാലും അതും വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ രീതിയിൽ കുറച്ചുകൂടെ മികവും പുലർത്താമായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്താനായിട്ട് ഉള്ള ഒരു രീതിയിലുള്ള ഒരു അഭിനയ ശൈലി ആരുമില്ല. ഈ ഒരു സമയത്താണ് നമ്മുടെ KPC ലളിതയുടെയൊക്കെ ഒരു അഭാവം മലയാള സിനിമയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു സിനിമ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് മികവ് പുലർത്തുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായും അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. വിഷ്വലി ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സുകൾ, ഡെലിവറി, ഒരാൾ പറഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ടീം പറയുക, ഇതിങ്ങനെ ഓരോ ടീമായിട്ടാണ്. അതിങ്ങനെ ഓരോ ടീമുകളും ഈ സെയിം സാധനം തന്നെ ഇങ്ങനെ കൺവേ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ അവസാനം മറ്റേ ലവ് ട്രാക്ക് ചെയ്യുന്ന നായകനും നായികയായിട്ട് അഭിനയിക്കുന്ന അവർ രണ്ടുപേരും വീണ്ടും ഇത് കൺവേ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ കൺവേ ചെയ്ത് പോവുക. ഇത് മതി, നിർത്ത്, ഇനി എന്താണ് അടുത്ത് വരാൻ പോകുന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഓരോ സെക്കൻഡിലും നമുക്ക് തരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നു. അങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി ഇരുന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാതെ അവസാനം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെയാണ് ലാസ്റ്റ് സീനാണ് എനിക്ക് അങ്ങോട്ട് കൺവേ ചെയ്യാൻ പറ്റാഞ്ഞത്. പെട്ടെന്ന് ഇവരെല്ലാവരും കൂടെ ഒരു നന്മ മരത്തിലേക്ക് മാറുന്ന ഒരു കൺസെപ്റ്റ് അത്രയും നാളും ഒരു സംഭവത്തിന് വേണ്ടി നിലനിൽക്കുകയും ആ ഒരു സംഭവം കിട്ടാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് അവരെല്ലാവരും നന്മ മരത്തിലേക്ക് മാറുന്ന ഒരു സീനൂടെ കാണിച്ചുകൊണ്ടാണ് പടം ശുഭം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ടോട്ടലി ഈ ഒരു സിനിമയെ പറ്റി നോക്കുകയാണെങ്കിൽ ചിലപ്പം എനിക്ക് അത് അത്രയ്ക്ക് കൊണ്ട് ദഹിക്കാതെ പോയ, എന്നാൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ട് പോയിരുന്ന് നമുക്ക് വേറെ യു സർട്ടിഫിക്കറ്റ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന വേറെ പ്രത്യേകിച്ചുള്ള ഒരു വർത്തമാനങ്ങളോ അങ്ങനത്തുള്ള അശ്ലീലമായിട്ടുള്ള പദങ്ങളോ ഒന്നുമില്ല. എന്നാൽ കോമഡിയും കൈകാര്യം ചെയ്യാനായിട്ട് വളരെ മിതപരമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു 2 മണിക്കൂർ പോയിരുന്ന് കാണാനായിട്ട് ഒരു 1 ടൈം വാച്ചബിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പരിവാർ.
ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ഈ പടം കണ്ടതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം മാത്രമാണ്. സോ നിങ്ങൾ പടം കാണുന്നുണ്ടെങ്കിൽ അല്ലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താനായിട്ട് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.